ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് യമനിൽ നിന്ന് 2 അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിക്ക് അവർ വളരെ വിലയുള്ളവരാണ്. ആദ്യത്തെ കുടുംബത്തിൻ്റെ പോറും അവരുടെ പ്രാർത്ഥനാ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. യമനിൽ നിന്നും ബീന സിസ്റ്ററും മകൻ സുഷിനും വേണ്ടിയാണ് അവർ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സഹോദരിക്ക് പൂർണ്ണമായ ഒരു ആരോഗ്യവും ജോലി ചെയ്യാനുള്ള കൃപയും ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ മകൻ്റെ വിദ്യാഭ്യാസത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിനായി, അവനെ കർത്താവ് ഉയർത്തേണ്ടതിനായി, അതേപോലെ ഇവർ കുടുംബമായി സന്തോഷത്തിൽ ജീവിക്കേണ്ടതിനായിട്ട്, ഇവരുടെ എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കേണ്ടതിനായി. രണ്ടാമത്തെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് സെൽമയാണ്. സെൽമ, ഹസ്ബൻഡിൻ്റെ പേര് ടോണി, മകൻ്റെ പേര് സ്റ്റീവ്. ഹല്ലേലൂയ. ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഇവരുടെ മകൻ സ്റ്റീവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ +2 വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ ഇവർ കുടുംബമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നു. പ്രിയരെ, എൻ്റെ കൂടെ ചേർന്നെത്തവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഇവർ സുവിശേഷത്തിന് വേണ്ടിയാണ് കരം നീട്ടിയിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യേണ്ടതിനായിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ ബീന സിസ്റ്ററിനും സുഷിനുമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ സെൽമയ്ക്കും ടോണിക്കും സ്റ്റീവിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഇവരുടെ ജോലിയിൽ നന്മകൾ വെളിപ്പെട്ടു വരണം. ഇവർ വീണ്ടും വീണ്ടും സന്തോഷത്തിലും അനുഗ്രഹത്തിലും നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും മാറിയതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ മാനിക്കപ്പെടണം. പ്രത്യേകിച്ച് ബീന സിസ്റ്ററിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ എല്ലാ നിലയിലും ദൈവം ഈ കുടുംബങ്ങളെ കരുതണമേ അപ്പാ. അങ്ങ് മാനിച്ചതിനായി നന്ദി, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, സൂപ്പർ നാച്ചുറൽ വേർഡ് എന്നുള്ള വിഷയത്തിലെ അടുത്തൊരു ഭാഗത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് വലിയ വിശ്വസ്തനാണെന്ന് പറയുവാനായിട്ട്. കാരണം പ്രാരംഭത്തിൽ എനിക്കൊന്ന് പറയാനുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ എപ്പിസോഡുകൾ പല മീഡിയ മാർഗത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ കരുണയും കാവലും കൃപയും നിൽക്കുന്നതിനായി സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പായിട്ട് ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. എന്നാൽ ഇന്ന് 6ഓളം TV ചാനലും യൂട്യൂബും ഫേസ്ബുക്ക് ലൈവും ഓൺലൈൻ ചാനലും ഒക്കെ ആയിട്ട് ഇത് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. ഈ മിനിസ്ട്രിയുടെ വളർച്ചയുടെ പിന്നെ ഒറ്റ കാര്യമുള്ളൂ, കഴിവോ മിടുക്കൊന്നുമല്ല, ദൈവത്തിൻ്റെ ധാരാളമായ കരുണയും കൃപയും മാത്രമാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു. യേശു വിശ്വസ്തനാണ്. ആദ്യമായി ശ്രദ്ധിക്കുന്നവരോട് ഞാൻ വ്യക്തമായൊരു കാര്യം ഓർപ്പിക്കുന്നു. ഒരു മതത്തെയോ സംഘടനയോ ഉയർത്താനല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ നാവ് കൊണ്ട് പറ്റത്തില്ല അത് പറഞ്ഞു തീർക്കാൻ. അതിനു വേണ്ടി വില കൊടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഓരോ ദിവസവും ദൈവം ഇതിനെ നടത്തുന്ന അത്ഭുതങ്ങളെ ഓർത്താൽ അത് തന്നെ പറഞ്ഞാൽ തീരാൻ പറ്റാത്ത നന്മകളാണ്. കർത്താവേ, ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യാൻ പോവുകയാണല്ലോ. വലിയ വിടുതലുകൾ അങ്ങ് അയക്കാൻ പോവുകയാണ്. കാരണം യേശു വിശ്വസിക്കുന്നവൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം സങ്കീർത്തനം 107-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് അവരെ കരകയറ്റുകയും ചെയ്യും. അപ്പോൾ വിശ്വസിക്കുക, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്, നമ്മെ കുഴിയിൽ നിന്ന് കരകയറ്റുന്നവനാണ്. ദൈവിക വിടുതലുകൾ നിശ്ചയമായി നടന്നിരിക്കും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് സൂപ്പർ നാച്ചുറൽ വേർഡ് എന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. അതിനകത്ത് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി എന്നോടൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. അതേ തുടർന്ന് ഈ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരി ഉപവസിച്ചു, എന്നിട്ടും എൻ്റെ വിഷയങ്ങളൊന്നും നടന്നില്ലല്ലോ. അപ്പോഴാണ് ദൈവദാസൻ്റെ എപ്പിസോഡ് കാണുന്നത്. അതിനകത്ത് വചനം പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. നിശ്ചയമായി നിങ്ങൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമെങ്കിൽ, വചനത്തിൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങളുടെ പ്രതികൂലം മാറും, നിങ്ങളുടെ പരീക്ഷകൾ മാറും. കാരണം വചനമാണ് ഇതിനെല്ലാം ജയിക്കുന്നത്. വചനമാണ് നിങ്ങളെ മുമ്പോട്ട് നടത്തുന്നത്. കാരണം ഹല്ലേലൂയ, വചനത്തെക്കുറിച്ച് എബ്രായ ലേഖനം 4:12 പറയുന്നു, വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് പറഞ്ഞാൽ വാണ
വാളിനെ കാണിക്കുന്നത് മുമ്പോട്ടുള്ള തടസ്സങ്ങളെ വെട്ടിമുറിച്ച് മുമ്പോട്ട് പോകാനുള്ളതാണ്. കാരണം എഫേസ്യ ലേഖനത്തിലും 6-ാം അധ്യായത്തിൽ പറയുന്നു, വചനമെന്ന വാളും വിശ്വാസമെന്ന പരിചയം എടുക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ പ്രതികൂലത്തെ തടഞ്ഞുകൊണ്ട് ആ വചനം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും. വാളിനെ കാണിക്കുന്നത് തടസ്സങ്ങളെ മാറ്റി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങൾ ഈ എപ്പിസോഡ് കൊണ്ട് തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. എങ്കിൽ ആ കുറിവാക്യം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്നെ കേൾക്കുന്നവരെ, ഇവിടെ പ്രാർത്ഥനയുടെ ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക സാധാരണ പ്രാർത്ഥനാ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നീഡായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ ഇവിടെ തമ്പുരാൻ നമ്മോട് പറയുക, നീ ആഗ്രഹിക്കുന്നത് പോലും ചോദിച്ചോ, ഞാൻ ചെയ്തു തരാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? കാരണം അവിടെ ഒരു വ്യക്തമായ പദം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. സാധാരണ വസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊന്നുകൂടെ പറയാം, ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വസിക്കുക എന്ന് പറഞ്ഞാൽ വേർപിരിയാൻ പറ്റാത്തൊരനുഭവം. നിങ്ങൾക്കതേപോലെ വചനവുമായൊരു ബന്ധമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഉറപ്പായി വിടുതലുകൾ വന്നിരിക്കും. വചനത്തെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ, ഹല്ലേലൂയ, സദൃശവാക്യക്കാരൻ പറയുക, ഹല്ലേലൂയ, ദീർഘായുസ്സും നന്മയും കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, നിൻ്റെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ തലമുറ ദേശത്തിൽ ബലപ്പെട്ടിരിക്കും. ഇതെല്ലാം വചനത്തിൽ നിന്നുള്ള നന്മകളാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, കഴിഞ്ഞ എപ്പിസോഡ് വരെയും നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിലേക്ക് കടന്നു വന്നാട്ടെ. പ്രിയരെ, 4 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ചിന്തിച്ചത്. അതിൽ 1 വഴിയിൽ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. 2 അവിടെ കൊടുത്തിരിക്കുന്നത് പാറയുടെ മേളിൽ വീണു. പാറയുടെ മേളിൽ മണ്ണില്ലാത്തത് കൊണ്ട് അത് വേഗത്തിൽ മുളച്ചു വന്നെങ്കിലും വെയിലിൻ്റെ ചൂടിനാൽ അത് ഉണങ്ങിപ്പോയി. 3 മുള്ളിനിടയിൽ വീണു. മുള്ള് വളർന്നു വന്നപ്പോൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഈ 3 ഭാഗങ്ങൾ 3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിസ്സാകുന്നു എന്ന് തോന്നിയാൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ വലിയതായി ബലപ്പെടുത്തും. എങ്കിൽ 8-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 8-ാമത്തെ വാക്യം, മറ്റ് ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയാം, ഇവിടെ നല്ല നിലത്ത് വിത്ത് വീണാൽ അത് ഫലം തരുന്നതാണെന്നുള്ളത് നമ്മൾ കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശിഷ്യന്മാരുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കിത് മനസ്സിലായില്ല. അത് വീണ്ടും യേശു വ്യക്തമായി പറയുന്ന അനുഭവമുണ്ട്. അടുത്ത 23-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ആഴമായി യേശു വെളിപ്പെടുത്തുകയാണ്. 23-ാമത്തെ വാക്യം, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അപ്പോൾ ഇവിടെ വചനം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ ഉറപ്പിച്ചായിരുന്നു, വചനം ഒരുത്തൻ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഒരു എപ്പിസോഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹത്തിൻ്റെ രഹസ്യമാണ്, നീ ഇന്ന് യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ചാൽ നീ ദേശത്തിൽ ജാതികളുടെ മേളിൽ നിന്നെ ദൈവം ഉന്നതനാക്കും, ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പട്ടിക അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വചനം ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ, നിങ്ങൾ എത്ര പേർ വചനം ശ്രദ്ധയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? കാരണം വചനം പറയുന്നത് യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെടുമെന്ന്. വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ വിടുതലുകൾ സംഭവിച്ചിരിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ അത്ഭുതം സംഭവിച്ചിരിക്കും. നിങ്ങൾക്കറിയാമോ, പത്രോസ് അപ്പോസ്തലൻ ഒരു രാത്രി മുഴുവൻ കഴിവിൽ നോക്കിയിട്ട് ഒന്നും നടക്കാതെ, ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ് സംസാരിക്കുന്നത്, വളരെ നേരം വെളുത്ത് വളരെ നിരാശനായി നിൽക്കുക. പക്ഷേ യേശു ആ പടകിനെ ഹല്ലേലൂയ തന്നോട് ചോദിക്കുക, ഈ ജനത്തിന് തൃപ്തി വരുവാൻ പടക് തരണമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് അവൻ അനുസരിച്ചു. അതിനകത്ത് അടുത്ത ആ ജനത്തിന് തൃപ്തി വന്നു കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാനായിട്ട്. പത്രോസ് ആ വാക്ക് അതേപോലെ ശ്രദ്ധയോടെ അനുസരിക്കുകയാണ്. പത്രോസ് ഒരു പദം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞാൽ, ഈ വാക്ക്, ഈ വചനം നിങ്ങൾ കേട്ട് അതേപോലെ സമർപ്പണത്തിലേക്ക് വന്നാൽ നിങ്ങൾ നിറവിലേക്ക് വരും.
നിങ്ങൾ വിടുതലിലേക്ക് വരും. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ നല്ല നിലത്ത് വിത്ത് വിതച്ചതുപോലെയാണ് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്നു. കടന്നു വന്നാട്ടെ. എന്താ സിസ്റ്റർ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വയറ്റിൽ വീർപ്പും യൂട്രസിന് അസ്വസ്ഥതയുണ്ടായിരുന്നു. വയറ്റിന് വീർപ്പും യൂട്രസിന് അസ്വസ്ഥതയുണ്ടായിരുന്നു. എൻ്റെ വയറ്റിലെ വീർപ്പ് മാറി വയറ് നല്ല രീതിയിൽ ചൊട്ടി വയറ് നല്ലതുപോലെ തെളി നിന്നതാണ് ചൊട്ടൽ. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ അത് ചൊട്ടലൊക്കെ മാറി, ആ പ്രശ്നം മാറി. വിശ്വസിക്കുന്നവർ ആ കരങ്ങളത് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞാട്ടെ. സിസ്റ്റർ എന്താ സംഭവിച്ചതെന്ന് പറയൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കുവാനിടയായി. അപ്പോൾ എനിക്ക് കണ്ണിന് ഇത് കണ്ണാടി വയ്ക്കാതെ ഒരു കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ ഒരു മുഖവും എനിക്ക് കാഴ്ചയില്ല, ഇരുട്ട് പോലെ ഒരു മുഖവും ഇരുട്ടാണ്. അവരുടെ മുഖം ഒന്നും ക്ലിയറായിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ കണ്ണാടി എടുത്താൽ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഇരിക്കുന്ന മോളെ കാണാവോ? ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ നന്ദി പറഞ്ഞു. ആ നിൽക്കുന്ന ക്യാമറ പിടിച്ചിരിക്കുന്ന ബ്രദറിനെ കാണാവോ? ബ്രദർ ഇട്ടേക്കുന്ന ആ കളറിന്റെ ആ ഡ്രസ്സിന്റെ കളറ് ചുവപ്പും വെള്ള പോലത്തെ. വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ കണ്ണാടി എടുത്താൽ ഒന്നും കാണത്തില്ല. കണ്ണാടി എടുത്ത് എനിക്ക് ഒരു മുഖവും കാണത്തില്ല, ഇരുട്ട് പോലെ. ഞാൻ ടെസ്റ്റ് ചെയ്ത് ഏറ്റവും പവറുള്ള ഗ്ലാസ്സാണ് വെച്ചിരുന്നത്. എനിക്ക് കണ്ണാടി ഇല്ലാതെ ഒരു സ്ഥലത്തും പോകാൻ പറ്റിയില്ല. എന്ത് മറന്നാലും കണ്ണാടി മറക്കൂല, പെട്ടെന്ന് എടുത്ത് വെക്കുമായിരുന്നു. പക്ഷേ ദേവദാസനിലൂടെ എന്താണെന്ന് കണ്ടുപിടിക്കും. ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിന് തീരെ അങ്ങ് കാഴ്ച മങ്ങിയതായിരിക്കുമെന്ന് വിചാരിച്ചു. ഒട്ടും എത്ര പവറുള്ള ഗ്ലാസ് വെച്ചാലും എനിക്ക് ക്ലിയറായിട്ട് വായിക്കാൻ, ബൈബിൾ പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് നോക്കിയാലും ഒരു ഇരുട്ട് പോലെയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇത്രയും ദിവസം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കണ്ണാടി വെച്ചിട്ടില്ല. ബൈബിള് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ടോർച്ച് അടിച്ച് ബൈബിൾ വായിക്കും, എന്നാലും കണ്ണാടി എടുക്കൂല. വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചാട്ടെ. എങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, വചനം നല്ല നിലത്ത് വീണാൽ അത് 60, 30, 100 മേനി വിളവ് തരുമെന്നുള്ളതാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഗ്രഹിക്കാൻ തുടങ്ങി. വചനത്തിന് മുമ്പിൽ ഒരു സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ വിടുതൽ പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം ഈ വചനത്തിൻ്റെ പ്രത്യേകത, വചനം ദീർഘായുസ്സ് തരുന്നതാണ്, വചനത്തിൽ നമ്മെ മാനിക്കുന്നതാണ്, വചനം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, എന്നാൽ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. അത് വിശ്വാസത്തോടാണ് ആ ശതാധിപൻ പറയുന്നത്. കാരണം അവന് ഒന്നറിയാം, ഒരു വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും, വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും. നിങ്ങൾ എത്ര പേർ സമർപ്പിക്കാൻ തയ്യാറാകും പ്രിയരെ? കാരണം ദൈവവചനത്തിന് മുമ്പിൽ ഒരുവൻ ഭയപ്പെടുകയും ദൈവവചനത്തെ അതേപോലെ അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് മാറ്റമില്ല. കാരണം 112-ാം സങ്കീർത്തനം അതിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെട്ടാൽ നിശ്ചയമായും ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്ന് വേഗത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. 112-ാം സങ്കീർത്തനം അതിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യം, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 3-ാമത്തെ വാക്യം, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അപ്പം വചനത്തിൽ അനുസരിച്ചാൽ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, ഭൂമിയിൽ നിങ്ങളുടെ സന്തതി ബലപ്പെട്ടിരിക്കും. നീ വചനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഭവനത്തിൽ ഐശ്വര്യം വരും. 2 പറയുക, സമ്പത്ത് വരും. വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ വലിയൊരു വിളവിലേക്കാണ്, എന്ന് പറഞ്ഞാൽ വലിയൊരു നന്മയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 1
നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീട് ഐശ്വര്യത്തിലേക്ക് മാറും. നിങ്ങൾ സമ്പത്ത് കൊണ്ട് നിങ്ങൾ കടക്കാരനാകരുത്. കാരണം വചനത്തിലുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ മേളിൽ റിലീസാകും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ നിങ്ങൾ കാണാൻ പോകുക. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിലൊരു വചനമുണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മളോട് കൂടെയുണ്ടെന്ന്, നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ തലോടുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ ദൈവത്തെ അറിയുന്നവർക്ക് വേണ്ടി അത് അത്ഭുതമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകം ഞാൻ വാട്സപ്പ് തുറന്ന് എൻ്റെ ബെഡ്റൂമിലിരുന്ന് ഞാൻ എപ്പോഴും എന്നെ മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന, എനിക്ക് ടീനേജ് പരുവത്തിലുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നത് ഒത്തിരി എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ ബെഡ്റൂമിലിരുന്ന് ഞാൻ എന്നും രാവിലെ റോയ് പാസ്റ്ററിൻ്റെ വാട്സപ്പിൽ കൂടെ വരുന്ന വചനം വായിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ചുരുക്കി പറയട്ടെ, ഞങ്ങൾ ദുബൈയിൽ 42 വർഷം ഞങ്ങൾ ദുബൈയിലായിരുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്, 2 മോളും 1 മോനും. ഹല്ലേലൂയ. ഞങ്ങളവിടെ ഇത്രയും വർഷം ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രയും ജീവിക്കുവാനും ഒക്കെയും എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. എന്നാൽ ഹല്ലേലൂയ ഞങ്ങളുടെ സാക്ഷ്യം ഒത്തിരി ഉണ്ട്. മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നത്. അതൊത്തിരി പറയാനുണ്ട്. സ്വർഗത്തിൽ പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ ഡാഡിയായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയ ആളാണ്. അതൊത്തിരി സാക്ഷ്യമാണ്. എന്നാൽ ഞങ്ങൾ ഇന്നിയോളം ആ ദുബൈയുടെ ദേശത്ത് നിർത്തി ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് വന്നു. എനിക്ക് റോയ് പാസ്റ്ററെ നേരിട്ട് കാണണമെന്ന് രാവിലെ എനിക്കതിന് ദൈവം അവസരം ഒരുക്കിയതിനാൽ സ്തോത്രം. എനിക്ക് ഈ ഹോളിൽ വന്നൊന്ന് കയറിയിട്ട് പോകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പ്രത്യേകം ഞങ്ങൾ ദുബൈയിൽ വെച്ച് പാസ്റ്റർ വരുമ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ വെക്കുകയും അതിൽ അനേകർക്ക് അത്ഭുത വിടുതൽ സംഭവിക്കാൻ ഒക്കെയും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. 11:30-12 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് കടന്നു വന്ന. ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ നിൻ്റെ മകനെ ദൈവം ഒരുക്കിയതിനാൽ സ്തോത്രം. മോൻ്റെ വിവാഹത്തിൻ്റെ ആലോചനയൊക്കെയും വന്നിട്ട് നടക്കുകയായിരുന്നു. പാസ്റ്റർ പ്രത്യേകം മോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏപ്രിൽ മാസം ഡിസംബർ മുന്നേ കുഞ്ഞിൻ്റെ കല്യാണം ഉറപ്പ് നടക്കുമെന്നും ഹല്ലേലൂയ ഏപ്രിൽ മാസം കല്യാണം നടക്കുമെന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞെങ്കിൽ ദൈവം അതുപോലെ എല്ലാം സാധിപ്പിച്ചു തന്നതിനാൽ ദൈവത്തിന് നന്ദി. എന്നാൽ പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. അതിലൊക്കെ ജയിക്കുവാനുള്ള കൃപ എൻ്റെ ദൈവം തരുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. മോനെ നല്ലൊരു കല്യാണം കഴിഞ്ഞൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ആ നല്ലൊരു ജോലി കിട്ടി. എന്നാൽ ഇതിലൊക്കെ ചില തടസ്സങ്ങൾ നേരിട്ടു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നു, മോശ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഹല്ലേലൂയ ചെങ്കടലിൻ്റെ കരയിൽ നിന്നപ്പോഴാണ്. ഹല്ലേലൂയ. എത്ര അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ട മോശ ചെങ്കടലിൻ്റെ ഹല്ലേലൂയ അരികിൽ നിന്നുകൊണ്ട് ഒത്തിരി കരഞ്ഞെങ്കിൽ ആ ചെങ്കടൽ 2ആയി പാകിച്ച് ചെങ്കൽപാത ഒരുക്കിയെങ്കിൽ നമ്മുടെ എല്ലാ വലിയ വിഷയത്തിന്മേൽ നമ്മൾ ഒത്തിരി കരയുമ്പോൾ നമുക്ക് വേണ്ടി വലിയൊരു അത്ഭുതത്തിന് വഴി ഒരുക്കുവാൻ നമ്മുടെ ദൈവശക്തനാകിയാൽ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതൽ ഈ പ്രയറിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം ദൈവം നിന്റെ മകനിൽ കൂടെ അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകം ഇത്രയും സാക്ഷ്യമുണ്ട് ദൈവനാമത്തിൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിവരെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു ഡിസംബറിൽ കല്യാണം ഉറയ്ക്കും, ഏപ്രിൽ മാസം നടക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ ഡേറ്റിന് തന്നെ എല്ലാ കാര്യങ്ങളും ദൈവം അത്ഭുതമായിട്ട് അത് ചെയ്തു തന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ ഒത്തിരി ഇതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വെളിപ്പെട്ടാൽ അത് നിവർത്തി വരാതെ പോകത്തില്ല. ഹല്ലേലൂയ. എങ്കിൽ എത്ര പേർ പറയുന്നു വന്നത് ഇന്ന് വെറുതെ ആകത്തില്ല? പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? നിങ്ങൾ എത്ര പേർ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഒരു തീരുമാനമെടുത്താട്ടെ? കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ സമർപ്പിക്കപ്പെടുന്ന ആളാണ്. വചനം അതേപോലെ ഗ്രഹിക്കുകയും വചനത്തിൽ രാപ്പകൽ സന്തോഷിക്കുകയും ചെയ്താൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഫലമുള്ളവരായി മാറും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിച്ചിരിക്കും. എങ്കിൽ ഇന്ന് രോഗിയായി നിൽക്കുന്നവർ, ഇന്ന് കടബാധിതയിൽ നിൽക്കുന്നവർ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരൊക്കെ ഇപ്പോൾ ആ വചനത്തിലൊന്ന് സമർപ്പിക്കാൻ തയ്യാറാകണം. കാരണം നിങ്ങളുടെ കടം മാറുന്ന
ഒരു രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സൗഖ്യമാകുന്നതിൻ്റെ രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ തലമുറ വിടുവിക്കപ്പെടുന്നതിൻ്റെ രഹസ്യമാണ് ഞാൻ പറയുന്നത്. കാരണം വചനത്തിൽ ഒരുവൻ നിലനിന്നാൽ അതിൽ നിശ്ചയമായി ഒരു വിടുതൽ നടന്നിരിക്കും. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ വിടുതൽ അങ്ങ് അയച്ചിരിക്കുന്നതിനായി നന്ദി. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസിൻ്റെ പടകിൽ നിറവ് വന്ന പോലെ എന്നെ കേൾക്കുന്ന അനേകർ ഈ സമയത്ത് സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഐശ്വര്യവും സമ്പത്തും ഇവരുടെ കുടുംബത്തിൽ വരുമെന്ന് പറഞ്ഞ വചനത്തെ ഞാൻ ഇവരുടെ മേലിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ സന്തതി അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ഇപ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ വിടുതൽ കാണട്ടെ, ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരത്ഭുതം ഇപ്പോൾ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. കർത്താവ് അത് ചെയ്തിരിക്കുന്നതിനായി നന്ദി. കർത്താവ് അത്ഭുതത്തിലേക്ക് ഇവരെ നടത്തുന്നതിനായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ മഹത്വം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇവർക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, സൈനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സൈനുവിന് വേണ്ടി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. അതേപോലെ തന്നെ ഹല്ലേലൂയ, നിത്യ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിസ്റ്റർ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴികൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലീസിൻ്റെ ജീവിതത്തിൽ വലിയ നന്മകൾ കർത്താവ് അയക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ ഷേർലിക്ക് വേണ്ടി ഒരു വലിയ വിടുതൽ കർത്താവ് കൊടുക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. സ്മിത എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സ്മിതയ്ക്ക് വേണ്ടി നാളുകളായിട്ട് വഴികൾ തുറക്കാതിരുന്ന അനുഭവത്തിൽ നിന്ന് ഒരു അത്ഭുതം എൻ്റെ ദൈവം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. പൂർണ്ണമായിട്ടും എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വഴികൾ അങ്ങ് തുറക്കണമേ. ഇവർക്ക് വേണ്ടി വലിയ വാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ചകൾ മാറി ഉയർച്ചയിലേക്ക് വരട്ടെ. ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ഇപ്പോൾ യേശു ഇവർക്ക് വേണ്ടി ചെയ്യുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവേ, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോ മക്കളുടെയും സാമ്പത്തിക വിഷയത്തിനകത്ത് കടഭാരത്തിൻ്റെ മേളിൽ യേശുവിൻ്റെ കരം ഭരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ അരുൺ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അതേപോലെ വില്യംസ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അതേപോലെ തന്നെ ദാസ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അതേപോലെ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികൾ ദൈവം തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വഴികൾ തുറക്കട്ടെ. അല്ലെങ്കിൽ പൂർണിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതവാതിൽ തുറക്കട്ടെ. മായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും, കുടുംബങ്ങൾക്കും, തലമുറയില്ലാത്തവർക്കും, തലമുറയുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ കല്യാണം നടക്കാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും അതേപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിളാണ്. നിശ്ചയമായി അതിനകത്ത് IMO ഉണ്ട്. നിങ്ങൾ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചാട്ടെ. ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത്. നിശ്ചയമായും അതൊരു വലിയ വിടുതലും ഉയർച്ചയുമായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതേപോലെ ഈ മെസ്സേജുകളോ ഈ എപ്പിസോഡുകളോ നിങ്ങൾക്ക് മിസ്സാകുന്നതെന്ന് തോന്നിയാൽ ഈ കാണുന്ന യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. എല്ലാ ദിവസവും അപ്ഡേഷനുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഒത്തിരി ലൈവ് മെസ്സേജുകളും അതേപോലെ തന്നെ സാക്ഷ്യങ്ങളും അതിനകത്തുണ്ട്. അതേപോലെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു കൂടുതൽ അറിവിനായിട്ട്. അതേപോലെ ഓൺലൈൻ ചാനൽ 24 മണിക്കൂറുള്ള നമ്മുടെ ഓൺലൈൻ ചാനലിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു. മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് അയച്ചു കൊടുത്താട്ടെ. പ്രത്യേകിച്ച് അടുത്തൊരു കാര്യം കൂടെ ഓർപ്പിക്കുന്നത്, ഈ എപ്പിസോഡുകൾ 6 വർഷം കഴിയുന്ന പ്രിയരെ, ഇത് വളരെ അനുഗ്രഹമായിട്ട് ഇത്രത്തോളം ദൈവം നടത്തി അനേകർ ഇതിനെ സഹായിച്ചു. നിങ്ങളും ഒരു എപ്പിസോഡ് സഹായിച്ചുകൊണ്ട് ഈ മിനിസ്ട്രിക്ക് ഒരു ഭാഗവത്താകണമെന്ന് ഓർപ്പിക്കുകയാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും അതിശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. അതേപോലെ തന്നെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ ആരാധനകൾ നടക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ അഡ്വർടൈസ്മെൻറ്റുകൾ നോക്കിയാട്ടെ. വ്യക്തമായിട്ട് പരസ്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ വന്നാട്ടെ. വലിയ വിടുതലുകൾ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു.
നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.